ഇന്ന് നമ്മളൊരു കല്യാണം കൂടെ വന്നതാണ് കേട്ടോ. ഞങ്ങളുടെ നിധേൻ്റെയും ഗോകുലിൻ്റെയും കല്യാണമായിരുന്നേ. ഇത് ഞങ്ങളുടെ ദൃശ്യ ഏഷ്യൻ വില്ലയിൽ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ചുറ്റിലും ഫാൻസൊക്കെയാണ് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ ആണ് ആ ഫാൻസിനിടയിൽ നിന്ന് അവളെ രക്ഷിച്ചു കൊണ്ടുവന്നത്. അതിന് നന്ദിയാണ് കേട്ടോ ഈ പറയുന്നത്. അല്ലാതെ ഗ്രൂപ്പിലിടരുതെന്ന് പറഞ്ഞിട്ട് കാലൊടിക്കുന്നതല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടു കൂട്ടം പായസവും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി സദ്യ കഴിച്ചു. ദൃശ്യൻ്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാലോ, സദ്യയായിട്ടുള്ളൊരു മൽപ്പിടുത്തം തന്നെയായിരുന്നു ആ നടന്നിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ അതാ നിൽക്കുന്ന ഞങ്ങളുടെ മുജീബ് സാർ, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ടീച്ചറാണ് കേട്ടോ മലയാളത്തിൻ്റെ. നമ്മൾ ഒത്തിരി കഥകളൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സാർ ഇങ്ങനെ മോൻ്റെ കാര്യവും ഞങ്ങളുടെ കാര്യവും ഒക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. അത്രയും പഴയ ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ അവർ നമ്മളെ ഓർക്കുന്നുണ്ടെന്നും പല കാര്യങ്ങളും അവർ ഇങ്ങോട്ടും പറയുമ്പോൾ നമുക്ക് അത്രയും ഭയങ്കര അഭിമാനം തോന്നുന്ന നിമിഷങ്ങളായിരുന്നു കേട്ടോ ഓരോന്നും. കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയം കണ്ടപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ പല സന്തോഷവും സങ്കടകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ ഇങ്ങനെ പാസ് ചെയ്തു പോയിട്ടോ. ഞാൻ അതൊന്നും പുറത്ത് കാണിക്കാതെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവരും ഉണ്ട് ഇതാ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുക്കുമ്പോഴാണ് കുറച്ച് പേര് ഗ്രൂപ്പ് കോൾ ചെയ്തത്. അപ്പോൾ അവരെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണമല്ലോ അല്ലേ, അല്ലെങ്കിൽ മിസ് ചെയ്യുമല്ലോ. കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയവരാണ് കേട്ടോ ഞങ്ങളിൽ പലരും. ഇതെൻ്റെ മോൻ്റെ മുഖം നോക്കിക്കേ, വേഗം വീട്ടിൽ പോ അമ്മയെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നവനായിരുന്നു കേട്ടോ. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഓരോരോ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മതിയാവുന്നുമില്ലായിരുന്നു. നല്ല രസകരമായിട്ടുള്ള കുറച്ച് സമയമായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് അഭിഷേകിൻ്റെ അമ്മേനെ ഓർമ്മ വന്നത്. അഭിഷേകിൻ്റെ അമ്മ വന്നപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ABCക്ക് ഈ നിമിഷം തന്നെ അവിടെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിലൊക്കെ പോയി. പിന്നെ വീട്ടിൽ പോയി കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് വീണ്ടും കുളിച്ച് റെഡിയായി വന്നു കേട്ടോ റിസപ്ഷന്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ചെറിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ +2യുടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിലുള്ള എല്ലാവരും അവിടെ പറയുന്നത് അവിടെ മാത്രം നിർത്തുന്നവരാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ ഞാൻ എൻ്റെ ഈ തടിക്കുന്നതെന്ന്? സത്യം പറഞ്ഞാൽ ഇങ്ങനെ നല്ല ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ജിഷ്ണുവിനെയും എബിസിനെയും കാണുന്നില്ല. അവരെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏകദേശം സാധനങ്ങളൊക്കെ കൗണ്ടറിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അവർ വന്നില്ലേലും വേണ്ടില്ല, നമുക്ക് നല്ലോണം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അവർ വന്നു. അവർ വരുമ്പോഴത്തേക്കും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താഴെ ഇരുന്ന് വർത്താനമൊക്കെ പറയുകയാണേ. ഞങ്ങൾ വർത്താനം പറഞ്ഞു നിൽക്കുന്നത് സഹിക്കാൻ പറ്റാത്ത ABC ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ ആശ്വസിപ്പിക്കുക ഇവിടെ തന്നെ ഉണ്ട്, പെട്ടെന്ന് വന്നോ എന്ന്. അപ്പോഴത്തേക്കും ഇവർ എങ്ങനെയൊക്കെയോ ചാടി ഇറങ്ങി താഴേക്ക് എത്തി. പിന്നെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ബായ്.